ഫ്രണ്ട് എന്ന് പറഞ്ഞത് ഇത് കൂട്ട് കട്ട ഫ്രണ്ട്സിനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം കേട്ടോ. എൻ്റെ വീട്ടിലെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു ഒരു 2 ദിവസം. ഒരു ദിവസം സ്റ്റേ ആക്കി പിറ്റേ ദിവസം തന്നെ അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് തുടങ്ങിയതാണ് എൻ്റെ സീനുവിന് ഒരു ഫുൾ ഡേ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. ആക്ച്വലി ഉള്ളതിന് മുന്നേ പറയാൻ തുടങ്ങിയതാണ്, പക്ഷെ അതും കൂടെ കഴിഞ്ഞപ്പോഴേക്കും അവളെ കൺട്രോൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുടങ്ങിയവൾ പറയുന്നതാണ് നമുക്ക് എങ്ങോട്ടേലും പോകണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി എത്തിപ്പെട്ടതാണ് നമ്മുടെ പാലക്കാട്ടുള്ള റിസോർട്ടിലോട്ട് കേട്ടോ. ഇവിടെ തന്നെയാണ് മറ്റേ ഗൂഗിളും യൂട്യൂബൊക്കെ നോക്കി തപ്പിപ്പിടിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച റിസോർട്ടാണിത്. പോകുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത കുറേ സാധനങ്ങളുണ്ടായിരുന്നു. സൈക്ലിങ്, അതേപോലെ നമ്മൾ ഈ കയറിലൂടെ സൈക്കിൾ ഓടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത്, അങ്ങനെ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് പോയതാണെങ്കിലും നമ്മളവിടെ പോയിട്ട് നല്ല പോലെ വശമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നുമില്ല, ഈ 4 സൈക്കിൾ അല്ലാണ്ട് വേറെ ഒന്നും നമുക്കവിടെ ആക്ടിവിറ്റീസ് ആയിട്ടില്ല. പൂളുണ്ട്, ആ പൂൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് പൂൾ എത്രയോ ഭേദം. പക്ഷെ ഞങ്ങൾ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി കാരണം എന്താ വെച്ചാൽ ഞാനും എൻ്റെ സീനും നമ്മുടെ പിള്ളേരും പാടല്ലേ പോയിട്ടുള്ളത്. അത് ഞങ്ങൾ വെറുതെ ഒരു റൂമിനകത്ത് അടച്ചിട്ടാലും ഞങ്ങൾക്ക് അന്നത്തെ ദിവസം ആസ്വദിക്കാനുള്ള വകുപ്പൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. സാമാന്യം നല്ല പോലെ കുറ്റം പറച്ചിലും പരദൂഷണവും നല്ല തോതിലുള്ള അടിയും വഴക്കും കുനിറ്റും കുന്നയുമൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഞങ്ങളുടെ ദിവസം കളറാക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഇരുന്ന് കുറേ നേരം കുട്ടികളെയൊക്കെ കളിപ്പിച്ച് നമ്മുടെ പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇവർ പറയുന്നുണ്ടായിരുന്നു ഇത്രയും വലിയ പൈസയ്ക്ക് ഞങ്ങളുടെ വല്ല മലമ്പുഴയ്ക്കോ അല്ലെങ്കിൽ ഫാൻറ്റസി പാർക്കിലേക്കൊക്കെ കൊണ്ടുപോയാൽ മതിയായിരുന്നില്ലേ, എന്തിനാ ഇവിടെ കുറഞ്ഞ് ലോക്കാക്കിയത്. ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറെക്കുറെ ഒരു 5000 രൂപയുടെ അടുത്ത് അവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് മാത്രം ഉള്ളതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങളീ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അതിൻ്റെ നമുക്ക് അവിടുന്ന് വേർത്തായിട്ട് തോന്നിയ ഒറ്റ സാധനമുള്ളൂ കേട്ടോ. അവരുടെ ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് യെസ്, ഫുഡിൽ വരുന്നതാണ് ഈ പറഞ്ഞ സാധനമൊക്കെ. പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത് സൈക്ലിംഗ് ആണ്. എൻ്റെ മക്കൾക്ക് വീട്ടിൽ തന്നെ സൈക്കിളുണ്ട്, സീനുവിൻ്റെ മക്കൾക്കും വീട്ടിൽ തന്നെ സൈക്കിളുണ്ട്. പിന്നെ ഇവർ ഈ സ്ഥലത്ത് പോയിട്ട് സൈക്കിൾ ഓടിക്കുമ്പോൾ ഈ കാണിക്കുന്ന ആക്രാന്തം എന്തിനാണെന്ന് മാത്രം മനസ്സിലായിട്ടില്ല. ഞങ്ങൾ 2 പേരുടെ മുഖത്തുള്ള വളിഞ്ഞെളിയുണ്ടല്ലോ, 5000 രൂപയോളം ആ റിസോർട്ടിൽ കൊടുത്തിട്ട് എന്തിനാ കൊടുത്തതെന്ന് മനസ്സിലാവാഞ്ഞിട്ട് വായും പൊളിച്ച് നിൽക്കുന്ന നിപ്പാണ് ഞങ്ങളുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ. അതിൻ്റെ നമ്മൾക്ക് പിന്നെ പിള്ളേരെ കുറച്ച് നേരം ഇരുന്നിട്ട് ഊഞ്ഞാലൊക്കെ ആടിയിട്ട് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽക്കം ഡ്രിങ്ക് കുടിക്കാനാണ് കേട്ടോ. ഇവർ വെൽക്കം ഡ്രിങ്ക് നമ്മൾ വളരെ കളറായിട്ട് കെയറിങ് ആയിട്ട് നല്ല ആരോഗ്യപരമായിട്ടുള്ള ഡ്രിങ്കൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നു. മിനിമം സാധനം അതെനിക്ക് കുടിക്കാൻ പറ്റുന്നൊരു വെള്ളമായിരിക്കും എന്നുള്ളത്. അതായിരുന്നില്ല ഗൈസ്. എൻ്റെ മോളിൻ്റെ അവരടുത്ത് പോയിട്ട് പച്ചക്കളർ വെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ചോദിച്ച സമയത്ത് അവർ കൊടുത്തത് പച്ചക്കളർ വെള്ളമായിരുന്നു. എന്തായാലും പച്ചവെള്ളവും പച്ചക്കളർ വെള്ളവും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നുണ്ട്, അത് കാരണം കൊണ്ട് കുട്ടി ഇത് കുടിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞ് ഇത് ആയുർവേദ അല്ലെങ്കിൽ ആയുർവേദിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്, അതുകൊണ്ട് നിങ്ങളിത് കുടിച്ചോളൂ, ഹെൽത്തി ആണെന്നൊക്കെ പറഞ്ഞു. അവിടെ നമുക്ക് വേർത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന വേറൊരു കാര്യമുണ്ട് കേട്ടോ. അവരുടെ ആംബിയൻസ് അത് അത്യാവശ്യം കൊള്ളാവുന്നതായിരുന്നു. എനിക്കൊരു ആഡ് ഷൂട്ട് ചെയ്യാനൊക്കെ അവിടെ നല്ല പോലെ സ്ഥലം ഉണ്ടായിരുന്നു, സ്പേഷ്യസ് ആയിരുന്നു. വല്ലാണ്ട് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ, വല്ലാണ്ടെന്നല്ല, എല്ലാ ആളുകളും വളരെ ചുരുക്കമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു പ്രോപ്പർട്ടിക്കകത്ത് നമുക്ക് ഇഷ്ടംപോലെ ആഡ് ഷൂട്ട് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സീൻ അവിടെ നിന്നിട്ട് കഥകളി കളിക്കുന്നത് എനിക്ക് വേണ്ടി, അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി അവളൊരു ആഡ് ഷൂട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഡിപ്ലോമ കോഴ്സിൻ്റെ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജിയുടെ ആഡ് ഓൾ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അവൾക്ക് ശരിക്കും എന്നെക്കൊണ്ട് അത് എടുക്കേണ്ടിണ്ടായിരുന്ന ആവശ്യമില്ല എന്നുള്ളൊരു അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പച്ച കളർ വെള്ളം ഇതായിരുന്നു. സത്യം പറയല്ലോ ഞങ്ങൾക്ക് ആർക്കും അത് കംപ്ലീറ്റ്ലി കുടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര പാടായിരുന്നു കുടിക്കാൻ. ഇവർ ഹെൽത്തിയാണ് കുടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറേ കഷ്ടപ്പെട്ട് നോക്കി, പക്ഷേ എനിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതേ ഈ ഊഞ്ഞാലും ബാക്കിയുള്ള സെറ്റപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അഥവാ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇതേ കാണാൻ ഇതൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത്. നമ്മുടെ ഇവിടെയുള്ള പാർക്കിലില്ലേ ഒരു 60 രൂപ കൊടുത്തു കഴിഞ്ഞാലുള്ള ഫെസിലിറ്റീസാണ് കേട്ടോ ഈ സാധനമൊക്കെ. പാലക്കാട് നമ്മുടെ സുബിക്സിൽ 60 രൂപക്ക് കിട്ടും നമുക്ക് ഈ പറഞ്ഞ ഊഞ്ഞാലും അതേപോലെ അല്ലറ ചില്ലറ സ്ലൈഡ്സും മറ്റേ കുഞ്ഞു കുഞ്ഞു റൈഡുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ പാലക്കാട് പാർക്കിൽ സുബിക്സിൽ തന്നെ കിട്ടും ഈ പറയുന്നതൊക്കെ. പിന്നെ ഇവിടെ പോയിട്ട് എന്താ കളിക്കേണ്ടത് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അറിയാത്ത ഒരു 2-3 റൈഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. സിന അവിടെ നിന്ന് പറയുന്നത് എന്താണെന്നറിയോ, നമുക്ക് ഒരു തവണ ഒരു അബദ്ധം പറ്റുന്നത് നല്ലതാണ് ഐഷ, ഇനി മേലിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ എന്നുള്ളതാണ്. ആകെ മുതലായത് ഇതേ എൻ്റെ സീനുവിൻ്റെ ഈ കാന്താരി പെണ്ണിനെയാണ് കേട്ടോ. ഓള് ഞങ്ങൾ ഇടം വലം നിൽക്കാനായി തിരിയാനായിട്ട് അനുവദിച്ചിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് കരച്ചിലും ബഹളവും ഇറങ്ങി ഓട്ടമൊക്കെ ആയിരുന്നു. 2-3 തവണ ഓൾ ആ പൂളിൽ പോയി ചാടേണ്ടതായിരുന്നു. ആക്ച്വലി സീനു ഓളനെ കൊണ്ടിട്ട് 2 തവണ ഇട്ട് മുക്കി. അല്ലെങ്കിൽ എന്താ നീ തട്ടുമ്പോൾ മാത്രം പോവാത്ത തട്ടേ, നമുക്ക് നാളെ തട്ടാ സീനു. ഒരു സാരല്ല, പോയി എടുത്തിട്ട് വരെ.
അത് പഠിച്ചു ശീനു. കുട്ടിക്കും കൊടുക്കട ശീനു. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. അത് കരയാൻ പറഞ്ഞേ നമ്മള്. എന്താ സിനു അത്? എന്താ സിനു അത്? അല്ല നിർത്ത് 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 നിർത്ത്. ഞട്ടരായി ബുദ്ധിമുട്ടുണ്ടാ? ഞട്ടറുണ്ട്. ആ പന്ത് താഴെ പോയോ? അങ്ങനെ കളിക്കാൻ ഒരു ഐഡിയ ഇല്ലാത്ത ഗെയിമൊക്കെ കളിച്ച് ഞാനും പിള്ളേരും കുറച്ച് റീലൊക്കെ എടുത്ത് സീനുവിൻ്റെ കുട്ടികളുടെ കുറച്ച് റീൽസ് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിത് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. അവിടെ നിന്ന് ഞങ്ങൾക്ക് നല്ല പോലെ മുതലായത് അവിടുത്തെ ഫുഡായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മട്ടരി ചോറും പിന്നെ നോൺ വെജും അതുപോലെ തന്നെ വെജും ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മിശ്ര ബുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നോൺ വെജും ഇഷ്ടമാണ്, വെജും ഇഷ്ടമാണ്. വെജിനോട് അത്ര ചായവില്ലാത്ത ഒരാളാണ് ഞാൻ കേട്ടോ. ആക്ച്വലി അവിടുത്തെ മീൻ പൊരിച്ചതും മീൻ കറി, ഓഹ് എൻ്റെ സാറേ, മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നില്ല, മീൻ കറി കേട്ടോ, സോറി. ആ മീൻ കറി ഒരു വല്ലാത്തൊരു വികാരമായിരുന്നു. നമ്മുടെ ചങ്കി കൊള്ളുന്ന പോലെ പറയില്ലേ, ഞാൻ 2 പീസോളം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചില്ലി പൊരിച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഫുഡ് അടിച്ചിട്ട് നമ്മൾ പിന്നെ സൈക്ലിങ്ങിൽ ഇറങ്ങി. എനിക്ക് നല്ല പോലെ നാണക്കേടുണ്ടായിരുന്നു. എൻ്റെ സീനുവിൻ്റെ വാശിപ്പുറത്ത് അല്ലെങ്കിൽ ഓളെ പുറത്ത് കയറിയതായിരുന്നു കേട്ടോ. ഞാൻ അതിനകത്ത് നല്ലപോലെ എൻജോയ് ചെയ്തു. പക്ഷെ എന്നാലും എനിക്കെന്തോ ഭയങ്കര ചമ്മലായിരുന്നു. നമ്മളിവിടെ വീട്ടിൽ സൈക്കിൾ ഓടിക്കുന്നതും ബൈക്ക് ഓടിക്കുന്നതൊക്കെ കോമൺ ആണെങ്കിലും റിസോർട്ടിൽ പോയിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ സൈക്കിൾ ഓടിച്ച് കാണിക്കാനായിട്ട് എന്തോ എൻ്റെ എവിടെയോ ഒരു തകരാറ് പോലെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഓളെ നിർബന്ധിച്ചപ്പോൾ ഓളെ സന്തോഷം നമ്മൾ കളയണ്ടെന്ന് കരുതി എടുത്തു. പിന്നെ നമ്മൾ അടുത്ത 2 സൈക്കിൾ എടുത്തു. ഇതൊക്കെ ആയിരുന്നു കേട്ടോ, ഇത് നമുക്ക് കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ എൻ്റെ ഷേനൂട്ടി പറഞ്ഞു, ഉമ്മ സൂപ്പറായിട്ടുണ്ട്, 2 അവിടെ നിന്ന് സൈക്കിൾ ഓടിച്ച് വരുന്ന കാണാനായിട്ട്, ഉമ്മ ഓടിച്ചിട്ട് വായോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളതൊക്കെ എടുത്ത് ഓടിച്ച് അങ്ങനെ പാച്ചപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടോ. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ സ്വിമ്മിംഗ് പൂളായിരുന്നു. അതിനകത്ത് ഞാൻ ഇറങ്ങിയില്ല. നമ്മൾ സിനു പിള്ളേർ പിന്നെ എൻ്റെ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇറങ്ങാതിരിക്കാനുള്ള റീസൺ വേറെ ഒന്നുമില്ല. ഒന്നാമത് എനിക്ക് ആ പൂൾ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് പ്രൈവറ്റ് പൂളല്ല, പബ്ലിക് പൂളാണ്. ഒരുപാട് ആളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഇറങ്ങിയാൽ കാണൂല കേട്ടോ, ഹൈറ്റ് ഇല്ലാത്തവർ ഇറങ്ങിയാൽ കാണൂല. ഇപ്പോൾ സിനുവിൻ്റെയൊക്കെ അത്ര ഹൈറ്റുള്ള ആൾക്കാർ ഇറങ്ങിയാൽ വല്ലാണ്ട് കുട്ടികളാണോ നമ്മളാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ എൻ്റെയൊക്കെ അത്ര ഹൈറ്റുള്ള ഒരാൾ ഇറങ്ങിയാൽ ഉറപ്പായിട്ടും പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും ഞാനൊരു വലിയ ആളാണെന്നുള്ളത്. വെറുതെ നാട്ടുകാർ മൊത്തം ശ്രദ്ധ ഇങ്ങോട്ടേക്ക് വരരുത് എന്നുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. മാത്രമല്ല എനിക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ വേറെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും കൊണ്ടുപോയിണ്ടായില്ല. നമ്മൾ സിനുവിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് പൂളിൽ ഇറങ്ങാൻ പ്ലാൻഡ് ആയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവള് വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഇവളുടെ കഴുത്തിൻ്റെ അത്ര വെള്ളം ഉണ്ടായിരുന്നുകൊണ്ട് വേറെ സീനൊന്നും ഉണ്ടായില്ല. ആക്ച്വലി കുട്ടികളിൽ ഒരു കുട്ടിയായിരുന്നു നമ്മുടെ സീനു. അവൾ പുറത്ത് ഇറങ്ങുന്നത് വരെയും അവിടെ ആർക്കും മനസ്സിലായിട്ടില്ല കേട്ടോ ഇവളാണ് വെള്ളത്തിലുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ആരുടെ അറ്റൻഷൻ ഉണ്ടായിരുന്നില്ല. വെറും കുട്ടികളും പിന്നെ നമ്മുടെ സീനു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല പോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളാണെങ്കിലും എൻ്റെ ഷെയ്നൂട്ടിയാണെങ്കിലും മിയമോളാണെങ്കിലും സീനു ആണെങ്കിലും. അതിനകത്ത് കയ്യിൽ നിന്ന് പോയൊരു കേസ് എന്താ വെച്ചാൽ സീനു ഓളെ 2 കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഐ മീൻ നമ്മൾ ചെള്ളീനെയും കൊണ്ട്. അപ്പോൾ സിനുവിന് നീന്താൻ അറിയില്ല. ഇതിൽ വെള്ളമില്ല എന്നുള്ള കോൺഫിഡൻസിലാണ് സിനു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വെള്ളമില്ലെങ്കിലും കാലൊന്ന് വഴുതിയപ്പോൾ അവളെ കയ്യിൽ നിന്ന് പോയി. നൈസായിട്ട് കുട്ടീനെ 2 മുക്കൽ മുക്കി. പിന്നെ കുഞ്ഞ് കുറച്ച് വെള്ളം കുടിച്ച് അവളെ നമ്മൾ മെല്ലെ കയറ്റി ഒന്ന് കൊട്ടിക്കൊടുത്ത് എടുത്ത് സെറ്റാക്കി. അത് കഴിഞ്ഞപ്പോഴേക്കും കുട്ടി എൻ്റെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. അടുത്തിരുന്നിട്ട് ഞാൻ വിചാരിച്ചത് കുഞ്ഞൊരിക്കലും ചാടില്ല എന്നാണ്. ജസ്റ്റ് മിസ്സ് എൻ്റെ കയ്യിൽ ഓളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓള് വെള്ളത്തിൽ കിടന്നായിരുന്നു. പിന്നെ എങ്ങനെയോ ഞാൻ കുഞ്ഞിനെ പൊക്കിയെടുത്ത് കൊട്ടിക്കൊടുത്ത് പിന്നെ അവൾ നമ്മുടെ കൂടെ കൂട്ടായിട്ടോ. പിന്നെ സീനിൽ വിളിച്ചിട്ട് പോലും അവൾ വെള്ളത്തേക്ക് ഇറങ്ങിയില്ല. ചുരുക്കി പറഞ്ഞാൽ 2 തവണ കുഞ്ഞ് വെള്ളം കുടിച്ചു. പക്ഷേ 2 തവണ കുടിച്ചപ്പോഴും കാര്യമായിട്ട് കുടിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 2ാമത്തെ തവണ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. എൻ്റെ കയ്യിൽ ഒറ്റയടിക്കനെ പിടുത്തം കിട്ടി. ആദ്യത്തെ തവണ പേടിച്ചപ്പോൾ പിന്നെ ചാടൂല എന്ന് കരുതി. പക്ഷേ ഓളെ കുട്ടി ഭയങ്കര പുലിയാണ്.
എന്തായാലും നമ്മൾ നല്ല പോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മളൊരു സ്പെഷ്യൽ പേഴ്സണെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രായത്തിലുള്ള കുട്ടികൾ, ഇവൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളത് അവർ സെൽഫായിട്ട് എൻജോയ് ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഇവൻ അങ്ങനെയല്ല കേട്ടോ. ഇവൻ അവിടെയുള്ള ഓരോ കുട്ടികൾക്കും നീന്താനുള്ള ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ടും അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടും അവരെ കെയർ ചെയ്തിട്ടും അങ്ങനെ നടക്കുന്നൊരു കുട്ടിയായിരുന്നു. മാത്രമല്ല ഇവനെ ഞാൻ ഫസ്റ്റ് ടൈം തന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്തും നമ്മുടെ കുട്ടികൾ ഐസ്ക്രീം ചോദിച്ച് കരയുമ്പോൾ അവൻ്റെ കയ്യിലുള്ള ഐസ്ക്രീം എടുത്ത് കൊടുത്ത് കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന പോലെ തോന്നി. ഒരു വലിയേട്ടൻ ഒരു ടൈപ്പ് ഓഫ് കുട്ടിയായിട്ട് തോന്നി കേട്ടോ. അവനെ എന്തായാലും അവൻ്റെ പാരൻസ് അവനെ വളരെ നല്ല കുട്ടിയായിട്ട് വളർത്തിയിട്ടുണ്ട്. ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവനൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഭയങ്കര എമ്പതി ഉള്ളൊരു മോന് കേട്ടോ. മാഷാ അല്ലാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആൻഡ് നമ്മുടെ സീനു പെട്ടെന്നൊന്നും വെള്ളത്തിൽ നിന്ന് കയറുന്ന ലക്ഷണമൊന്നും ഇല്ലെന്ന് കണ്ടപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഓളെ കുഞ്ഞുങ്ങളെയൊക്കെ ആദ്യം വലിച്ച് കയറ്റാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഓളും കയറി. വീഡിയോ എടുക്കുന്നില്ല. ഇങ്ങനെയാണോ കൊണിയ? കുറച്ച് വെറൈറ്റി കൊണിച്ചിൽ എന്തെങ്കിലും കിട്ടും നമുക്ക്? ഇത് വെറൈറ്റി. ഇനി പുതിയത് വേറെ കാണിച്ചു തരുമോ? ഇനി പുതിയത് വേറെ കാണിച്ചു തന്നെ ആൻറ്റിക്ക് നല്ല ചന്തമുള്ളൊരു കൊണിച്ചിലും കൂടെ. ഞാൻ ചുട്ടിയെ ഒന്നുകൂടെ ഒന്ന് ചിരിച്ച പടച്ചു അല്ലേ? ചിരിച്ച ക്യൂട്ടാവും. പല്ല് കാണിക്കോട്ടെ. അത് പടച്ചു എമ്മിച്ച് മതിയോ? എമ്മിച്ചിരിക്കണ്ടി മതിയടി, ഞാൻ എടുക്കണ്. അത് പടച്ച് ശുണ്ടിരി. പിന്നെ നമ്മളെ മീക്കുട്ടിക്ക് പൂളുടെ കല്ലിൻ്റെ മേലെ കയറിയിട്ട് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. ഓളതിൻ്റെ മേലെ വരെ കയറിയിരുന്നാൽ ഞാൻ എടുക്കാതിരുന്നതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് മറ്റേ ചായയും സ്നാക്സും തന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കൊടുത്ത പൈസക്ക് മുതലായത് ഇവരുടെ ഫുഡ് തന്നെയാണ്. അതിൽ നമുക്ക് രണ്ടാമതൊരു അഭിപ്രായമില്ല. പക്ഷെ സർവീസ് വളരെ മോശമായിരുന്നു. അവർ പറഞ്ഞ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇവൺ ഇവർ ബോട്ടിംഗ് ഉണ്ട്, മറ്റേ കയറിൻ്റെ മേലെ കൂടെ പോകുന്ന സൈക്ലിംഗ് ഉണ്ട്, ആനയുണ്ട്, ചേനയുണ്ട്, അമ്പാരി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. നല്ല പോലെ പ്രാന്തായി. കാരണം നല്ലവണ്ണം നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചിട്ടാണ് അവർ ഈ പറഞ്ഞ സാധനം തന്നെ. ആ എമൗണ്ടിന് ഫുഡല്ലാണ്ട് ഫുഡ് മുതലാക്കിയത് കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളവിടെ പിള്ളേരെ കൊണ്ടുപോയതുകൊണ്ട് അവർ അത്യാവശ്യം നല്ല പോലെ ഫുഡ് കഴിച്ച് മുതലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് സങ്കടം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നല്ലോണം വർക്ക് എടുത്തുകൊണ്ട് തന്നെ എൻ്റെ കണ്ണിൽ നല്ല പോലെ ചൂടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നമ്മുടെ ആയുർവേദിക് കാജലൊക്കെ എഴുതിയിട്ടാണ് അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. നല്ലോണം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു റിലാക്സേഷൻ കിട്ടി അവിടെ പോയപ്പോൾ. നമ്മുടെ സിനുവിൻ്റെ കുട്ടികളെ കൂടെയൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തപ്പം പിന്നെ മക്കളും നല്ലപോലെ ഏകദേശമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പൈസ കൊടുത്തതിന് വറുത്തല്ല എന്നുണ്ടെങ്കിലും നമ്മൾ ദിവസം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു റിസോർട്ടിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ ആ റിസോർട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് നന്നായിട്ടൊന്ന് അന്വേഷിക്കുക. ആ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നല്ല പോലെ അന്വേഷിക്കുക കേട്ടോ. ഈ പറയുന്ന യൂട്യൂബേഴ്സ് ഇൻസ്റ്റഗ്രാമേഴ്സൊക്കെ പറയുന്ന വാക്കും കേട്ടിട്ട് നിങ്ങളവിടെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം എൻ്റെ സീൻ ഈ ഒരു കാര്യത്തിൽ നമ്മളങ്ങോട്ട് പോകാൻ വേണ്ടി ഓള് കുറേ പൈസ സേവ് ചെയ്തിട്ടും കഷ്ടപ്പെട്ട് ഒരു കൂട്ടി വെച്ചിട്ടൊക്കെയാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയത്. നമ്മളാ ഒരു എൻജോയ് ചെയ്യാനുള്ള കാര്യത്തിലൊക്കെ എടുത്തത്. പക്ഷേ അത്രയും നമ്മൾ സേവ് ചെയ്ത പൈസ കൊണ്ട് നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായേനെ എന്ന് നമ്മുടെ ഉള്ളിലൊരു തോട്ടുണ്ടാവില്ലേ? ആ ഒരു തോട്ട് എൻ്റെ ഉള്ളിലും ഓളെ ഉള്ളിലുണ്ട് കേട്ടോ. പക്ഷേ എന്തായാലും നമ്മൾ ദിവസം എക്സ്പ്ലോർ ചെയ്തതുകൊണ്ട് അൽഹംദുലില്ലാ. സോ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യാം കേട്ടോ.